യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിക വിശ്വാസവും വന്ദേമാതരവും പരസ്പരം ഏറ്റുമുട്ടുന്നത് എവിടെയാണ്? അല്ല, ഇത് നേരത്തെ ഞാൻ വായിച്ചപ്പോൾ തന്നെ അത് ശ്രദ്ധിച്ച ആളുകൾക്ക് അത് വേഗം മനസ്സിലാവും. പക്ഷെ എന്നാൽ ചില ആളുകൾക്കത് തമ്മിലുള്ളൊരു കമ്പാരിസൺ, പല ആൾക്കാരും എന്താ വെച്ചാൽ നമ്മളെന്തോ ഇതിനോടുള്ളൊരു വെറുപ്പും വിദ്വേഷവും പകയുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതങ്ങനെയല്ല. നമ്മളെ വിശ്വാസത്തിന്, ഒരു മുസ്ലിമിൻ്റെ വിശ്വാസത്തിന് അത് പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ എന്താണ് മുസ്ലിമിൻ്റെ വിശ്വാസം, എന്താണ് വന്ദേ മാതരത്തിലുള്ള വിശ്വാസം, ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. ഏകദൈവ വിശ്വാസത്തിന് സാധാരണ പ്രയോഗിക്കുന്ന ഒരു അറബി ടേം തൗഹീദ് എന്നാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ഇതാണ് ഒരു വിശ്വാസി ശരിക്കും ഇസ്ലാമൊക്കെ പ്രവേശിക്കുമ്പോൾ അയാൾ ചൊല്ലേണ്ടത് അതാണ്. അതേപോലെ തന്നെ മരിക്കുമ്പോൾ ചൊല്ലേണ്ടത് അതാണ്. എന്നെങ്കിലും അയാൾക്ക് സ്വർഗം കിട്ടുള്ളൂ എന്നാണ് വിശ്വാസം. അത് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് നമസ്കാരവും നോമ്പും സക്കാത്തും ദാനധർമ്മങ്ങളും എല്ലാം സ്വീകരിക്കുള്ളൂ. ഇപ്പോൾ SLC ഇല്ലാത്ത ആൾക്ക് MBBS അഡ്മിഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ആദ്യം പാസ്സാകേണ്ടത് ഇതാണ്. ഇത് പാസ്സായെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഏറ്റവും മർമ്മപ്രധാനമായ വിശ്വാസമാണ്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്താ, ഇതാർക്കും എതിരല്ല ഈ വിശ്വാസം. ചില ആളുകൾ വിചാരിക്കണമെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയാണ്, അവരുടെ അള്ളാഹുവിനെ അങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്, അതിനെല്ലാവരും ആരാധിക്കണം എന്ന് പറയാം. അങ്ങനെയല്ല. മുസ്ലിങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല പറയുന്നത്. അതിൻ്റെ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ, അതിൽ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങൾ ആരാധിക്കുവിൻ. ആരെ? നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കേണ്ടത്. അത് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? മുസ്ലിങ്ങളുടെ ദൈവത്തെ എന്നല്ല അതിൽ പറയണത്. ഇപ്പോൾ അഷ്റഫ് എന്ന എന്നെയും ബഷീർ എന്ന നിങ്ങളെയും സൃഷ്ടിച്ച, അതുപോലെ ഇവിടുത്തെ രാമനെയും ജോസഫിനെയും പാത്തുമ്മയെയും എല്ലാവരെയും, അതുപോലെ അമേരിക്കക്കാരനെയും ഇന്ത്യക്കാരനെയും കറുത്തവനെയും വെളുത്തവനെയും പണമുള്ളവനെയും ഇല്ലാത്തവനെയും ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവേ ഉള്ളൂ. അവനാണ് നമ്മളെ മുമ്പുള്ള മുത്തച്ഛന്മാരെയും പിന്നെ വല്യപ്പന്മാരെയും വല്യമ്മമാരെയൊക്കെ സൃഷ്ടിച്ചത്. അവനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്നാണ്. ഇത് വർഗീയതല്ലാത്ത വിശ്വാസമാണ്, വിഭാഗീയതല്ലാത്ത വിശ്വാസമാണ്. അല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല മുസ്ലിങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മളാരാണോ സൃഷ്ടിച്ചത്, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണത് ആരോടാണ്? ഇപ്പോൾ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ചില ആൾക്കാർ പലരെയും വിളിച്ച് പറയലുണ്ട്. അതുപോലെ മറ്റുള്ളവർ പല ആൾക്കാർ ദേവന്മാരും ദേവികളെയും മാത്തുക്കളെയൊക്കെ പേര് പറയലുണ്ട്. അവരല്ലല്ലോ ഇവരൊന്നും സൃഷ്ടിച്ചത്. അവർക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഒരു ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്, അല്ലേ? അപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് മുമ്പുള്ളവരുടെ ദൈവം ആരായിരുന്നു? അവരാണ് ദൈവമെങ്കിൽ. അപ്പോൾ അതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇസ്ലാം പറയണത് എന്താ വെച്ചാൽ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് എന്ത് ചെയ്യേണ്ടത്? മനുഷ്യന്മാർ ആരാധിക്കേണ്ടത്. ഇതാണ് എൻ്റെ ആശയം. ഇതാണ് ഏകദൈവ വിശ്വാസം. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നാൽ ഇതിൻ്റെ മറുവശമാണ് ബഹുദൈവ വിശ്വാസം. അതല്ല, ഇവിടെയുള്ള വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ഭൂമിയെ ദൈവമായിട്ടും പലതിനെയും അൾത്താരകളെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, പ്രതിഷ്ഠിക്കുക, അതിനോടൊക്കെ പറയുക, അതൊക്കെ ദൈവത്തിലേക്ക് എത്താനുള്ള മാർഗ്ഗമായിട്ടും ഏകാഗ്രതക്കുള്ള മാർഗ്ഗമായിട്ടൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെയാണ് വിശ്വാസം. ആ വിശ്വാസവും ഈ വിശ്വാസവും രണ്ട് വിശ്വാസമാണ്. പക്ഷേ ഈ രണ്ട് വിശ്വാസക്കാർക്കും ഇന്ത്യയിൽ എന്ത് ചെയ്യുക, സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുക. അതിനാരും ഒരു കുഴപ്പവും പറയണില്ല. പക്ഷേ നിർബന്ധമായിട്ടും ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾ ഏകദൈവ വിശ്വാസം സ്വീകരിക്കണമെന്നും ബഹുദൈവ വിശ്വാസികൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഏകദൈവ വിശ്വാസം സ്വീകരിക്കണമെന്ന് അവരിങ്ങോട്ടും പറയുകയും അത് അടിച്ചേൽപ്പിക്കുകയും അതിന് ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് എന്തല്ല, ശരിയല്ല എന്നേ പറയുന്നുള്ളൂ. ഇത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് പറയാനുള്ളൊരു പരിസരവും സാഹചര്യവും വേണ്ടേ? കാരണം ഇത് പറയുമ്പോഴേക്ക് ചില ആളുകൾ ഭയങ്കര വയലൻ്റായിട്ട് നിങ്ങൾ പാകിസ്ഥാനിൽ പോയിക്കോളൂ, അങ്ങോട്ട് പോയിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് വിവരമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ബോധപൂർവ്വം വിവരമില്ലായ്മ നടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ മതേതര വിശ്വാസികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളാരും എന്ത് ചെയ്യണില്ല, ഒരാളെ കുറച്ച് കാണിക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മളെ വിശ്വാസം അനുസരിച്ച് എന്ത് ചെയ്യണം, എവിടെ ജീവിക്കണം, അതിന് ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊരു വിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത് എന്ന് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഇനി ഞാനൊരു ചെറിയ താരതമ്യം പറയാം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മർമ്മതാണല്ലോ, വന്ദേമാതരവും അതുപോലെ ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസവും തമ്മിൽ എവിടെയാണ് ഹിറ്റ് ചെയ്യണത്. അതിൻ്റെ ചില വരികളും അതേപോലെ തന്നെ ഇപ്പോൾ ഇസ്ലാമിലെ 1-ാമത്തെ അധ്യായമുണ്ട്, ഖുർആനിലെ 1-ാമത്തെ അധ്യായമുണ്ട്, അത് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയും. അതിലാണ് ഇതിൻ്റെ മർമ്മം കിടക്കുന്നത്. ഈ വിശ്വാസം, ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണ് എൻ്റെ ആശയം. അപ്പോൾ അതിന്
പിന്നെ മൊത്തത്തിൽ അതിൽ ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ ആശയമാണ് പിന്നെ അധ്യായത്തിൽ പറയുന്നത്. അതിനോട് നേരിട്ട് ഒരൊറ്റ സൂറത്തിനോട് തന്നെ നേരിട്ട് ഇതിൽ വ്യത്യാസം വരുന്ന ചില ഭാഗങ്ങൾ ഞാൻ പറയാം. ഒന്നെന്താണെന്ന് വെച്ചാൽ ആരാധനയും വാഴ്ത്തുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അതായത് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ എന്നുള്ളതാണ് വിശ്വാസം. ഇതിനെതിരായിട്ട് ഇപ്പോൾ ഈ വന്ന മാതരത്തിൽ ഉള്ള ഭാഗം ഞാൻ പറയാം. അതായത് ഗാനത്തിൻ്റെ തുടക്കം മുതൽ അവസാന ഭാഗം വരെ മാതൃഭൂമിയെ ഒരു ദേവതയായി സങ്കല്പിച്ച് വന്ദിക്കുകയും വാഴ്ത്തുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ചൊല്ലിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് തൊമാരൈ പ്രതിമ ഗന്ധി മന്ദിരേ മന്ദിരേ, അതിനർത്ഥം എന്താ വെച്ചാൽ ഓരോ ക്ഷേത്രങ്ങളിലും തീർക്കുന്നത് നിൻ്റെ അഥവാ മാതൃഭൂമിയുടെ പ്രതിമകൾ വിഗ്രഹങ്ങൾ തന്നെയാണ്. പിന്നെ എൻ്റെ ഹൃദയത്തിലെ ഭക്തി നീ തന്നെയാണ്. ഇവിടെ സൃഷ്ടിയായ മാതൃഭൂമിയെ ദൈവത്തിന് സമമായോ ദേവതയായോ സങ്കല്പിച്ച് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹമായി ചിത്രീകരിക്കുന്നതും ഭക്തി അർപ്പിക്കുന്നതും ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസത്തിന് എന്താണ്, ആ തത്വത്തിനെതിരാണ്. ഒരു വിഷയം. വേറൊരു വരി നോക്കി, വേറൊരു സംഭവം നോക്കൂ. അതായത് ദൈവിക വിശേഷണങ്ങൾ സൃഷ്ടികൾക്ക് പതിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സൂറത്ത് ഫാത്തിഹ തുടങ്ങുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം എന്താ, സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു എന്ത്, സർവ്വസ്തുതികളും എന്നാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ ബേസ് എന്ന് പറയുന്നത്. എന്നാൽ അറിവ്, ധർമ്മം, ജീവൻ നൽകൽ, അതുപോലെ രക്ഷിക്കൽ, ഐശ്വര്യം നൽകൽ, ഇതൊക്കെ എന്താണ്, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം അവൻ്റെ അധികാരത്തിലും കഴിവിലും പെട്ട കാര്യമാണെന്നാണ്. എന്നാൽ ഈ വന്നേ മാതരത്തിലെ ഒരു ഭാഗം നോക്കാം. ഈ ഗാനത്തിൽ മാതൃഭൂമിയെ തന്നെ സർവ്വ പിന്തുണയും ശക്തിയും ജീവനും നൽകുന്ന സൃഷ്ടാവിൻ്റെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യാണ്, പ്രതിഷ്ഠിക്കുകയാണ്. ഇപ്പോൾ തുമി വിദ്യ, തുമി ധർമ്മ, തുമി ഹൃദി, തുമി മർമ്മ, ത്വം ഹി. എന്താ, നീയാണ് അറിവ്, നീയാണ് ധർമ്മം, നീയാണ് ഹൃദയവും മർമ്മവും, ശരീരത്തിലെ പ്രാണനും ജീവനും നീ തന്നെയാണ്. അപ്പോൾ നേരെ എന്ത് ചെയ്യാണ് ഇവിടെ, പിന്നെ അതിന് നേരെ എതിരായി വരികയാണ്. ഇപ്പോൾ ബഹുബല ധാരിണിയും നമാമി താരിണിയും, അതിൻ്റെ അർത്ഥം എന്താ, മഹാബലം ധരിച്ചവളും അഥവാ പാപങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷികയായുമുള്ളവളെ, സുഖതാം വരതാം മാതരം, സുഖവും വരങ്ങളും നൽകുന്ന അമ്മേ. ഇവിടെ പ്രാണൻ നൽകുന്നവളും വരങ്ങളും സുഖങ്ങളും ചൊരിയുന്നവരും ഒക്കെ രക്ഷികയുമായി ദൈവത്തിന് പകരം മാതൃഭൂമിയെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത്. അത് ഏകദൈവ വിശ്വാസത്തിൽ ദൈവിക വിശേഷണങ്ങളുടെ സൃഷ്ടികൾക്ക് പതിച്ചു കൊടുക്കുന്ന ആ ഒരു പിന്നെ ശിർക്കായിട്ടാണ് എന്ത് ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വിഷയത്തെ ശരിക്കും കാണുന്നത്. വേറൊരു ഭാഗമാണ് എന്ത്, മറ്റു ദേവതകളോടുള്ള സാമ്യപ്പെടുത്തൽ. അതായത് ഇപ്പോൾ ഈ സൂറത്തുൽ ഫാത്തിഹ ആകട്ടെ, സൂറത്ത് ഇഖ്ലാസ് ആകട്ടെ, അത് കുൽ ഹുവല്ലാഹു അഹദ്, അതിലെന്താ, ദൈവം ഏകനാണ്, അവന് പങ്കുകാരില്ല. ഇതാണ് ഇതിൻ്റെ മർമ്മം. അവനെ തുല്യരായിട്ട് ആരുമില്ല എന്നുള്ളതാണ്. ആ രീതിയാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അള്ളാഹ് ഏകനാണെന്നാണ്. എന്നാൽ ഇതിൻ്റെ വരികൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഗാനത്തിൻ്റെ 5-ാം ചരണത്തിൽ മാതൃഭൂമിയെ വിവിധ മതാധിഷ്ഠിത ദേവതകളായി നേരിട്ട് ഉപമിക്കും വിളിക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ത്വം ഹി ദുർഗ ദശപ്രഹരണധാരിണി, അതായത് 10 ആയുധങ്ങൾ ഏന്തിയ ദുർഗാദേവി നീ തന്നെയാണ്. കമല ദള വിഹാരിണി, താമരപ്പൂവിതളുകളിൽ വിഹരിക്കുന്ന ലക്ഷ്മി നീയാണ്. വാണി വിദ്യാദായിനി, ജ്ഞാനം തരുന്ന സരസ്വതിയും നീ തന്നെയാണ്. ഇവിടെ മാതൃരാജ്യത്തെ ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും സങ്കല്പിച്ച് പ്രാർത്ഥനാപൂർവം ആവാഹിക്കുന്നത് എന്താണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശമായ ഏകദൈവ വിശ്വാസത്തിനെതിരാണ്. അപ്പോൾ ഇത് ഞാൻ അത്ര വിശദീകരിക്കാൻ കാരണം എന്താ പറയുക, പല ആളുകളും വിവരം എന്താ വെച്ചാൽ, എന്തിനാ ബദലേക്ക് നിങ്ങൾ എല്ലാത്തിനും വിമർശിക്കുന്ന ഒരു ടീം, ഈ വിചാരമാണ് ആളുകൾക്കുള്ളത്. ഇത് നമ്മൾ വിമർശിക്കല്ല. നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളും ഇല്ലേ. അപ്പോൾ ഒരു മുസ്ലിമിന് നാളെ പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉറച്ച് വിശ്വസിക്കണം. അതിൽ മായം കലർത്താതെ മരിച്ചു പോകണം. അതിന് പറ്റുന്ന മണ്ണാണ് നമ്മളെ മണ്ണ്. അതിനുള്ള ഭരണഘടന ഇവിടെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ആ വിഷയം മാറ്റി വെച്ചിട്ട് അത് ഒരു നിർബന്ധിതാവസ്ഥയിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടുവരിക എന്നത് അത് പിന്നെ ശരിയല്ല എന്ന് പറയുമ്പോൾ അപ്പോഴേക്ക് എന്ത് ചെയ്യും, ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യം.